1969 കരുണാനിധി എന്ന കലൈഞ്ചർ DMKയുടെ അധ്യക്ഷനാകുന്നത്. അന്ന് VR നെടുഞ്ചെഴിയനുമായിട്ടുണ്ടായിരുന്ന ചെറിയ ഒരു പിളർപ്പും തർക്കവും ഒക്കെ ഉണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി, പിന്നീട് നെടുഞ്ചെഴിയൻ MGRനൊപ്പം പോവുകയും ചെയ്തു. പാർട്ടിയുടെ അധ്യക്ഷനായി 2 വർഷം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ DMK നേടിയത് ഞെട്ടിച്ചുകൊണ്ട് 184 സീറ്റുകളാണ്. പക്ഷെ അതിനുശേഷം MGR പാർട്ടിക്കുള്ളിൽ നടത്തിയ ഒരു പിളർപ്പുണ്ട്. അത് കരുണാനിധിയെ ഞെട്ടിച്ചു. DMK പിളർത്തി അണ്ണാ DMKക്ക് രൂപം നൽകുകയായിരുന്നു MGR. 12 വർഷം അധികാരം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് DMK പോയി. അതിനുശേഷമാണ് കരുണാനിധി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത്. 5 തവണ കരുണാനിധി മുഖ്യമന്ത്രിയായി. അതേസമയം MGR മാറിയത് തമിഴ്നാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യനായിട്ട് മാറുകയായിരുന്നു. അണ്ണാദുരൈയുടെ ശിഷ്യൻ. കരുണാനിധിയുടെ ഡയലോഗുകൾ MGRലൂടെ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അത് വളരെ പെട്ടെന്ന് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചു. കരുണാനിധിയുമായി തെറ്റിപ്പിരിഞ്ഞാണ് അണ്ണാദുരൈയുടെ മരണശേഷം MGR രൂപീകരിക്കുകയും ചെയ്യുന്നത്. തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കിയ ബന്ധമാണ് കരുണാനിധി MGR ബന്ധം. രാഷ്ട്രീയ പ്രതിയോഗികളായി ഇരുന്ന സമയത്തു പോലും സൗഹൃദം കാത്തുസൂക്ഷിച്ച 2 പേർ. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ആ ഒരു രാഷ്ട്രീയ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച 2 പേർ. അവർ 2 പേരും തമ്മിൽ ഷെയർ ചെയ്ത ആ ഒരു റാപ്പോ, അത് വളരെ ചുരുക്കം വാക്കുകൾ പറഞ്ഞ് തീർക്കാവുന്ന ഒന്നല്ല. ആ 2 പേരുകൾ തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് ചുരുക്കത്തിൽ വ്യാഖ്യാനിക്കുക? അപർണ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവർ 2 പേരും തമ്മിലുള്ള ബന്ധത്തിന്റെ 2-3 മണിക്കൂർ പറയാൻ കഴിയുന്ന അത്രത്തോളം വിശാലമായ കഥകളും തമാശകളും എല്ലാം നിറഞ്ഞതാണ്. ഒരുപാട് നാടകീയ സംഭവങ്ങൾ കൂടി നിറഞ്ഞതാണ് ഈ 2 പേർ. 2 പേരും തമിഴ് ജനതയെ അത്രമേൽ ആഴത്തിൽ സ്വാധീനിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തവരാണ്. 2 തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ നടനും മറ്റേയാൾ തിരക്കഥാകൃത്തും ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഭാഷണവും തിരക്കഥയും ഒക്കെ എഴുതുന്ന ആളായിരിക്കും, രചയിതാവായിരിക്കുമ്പോൾ ആ വ്യത്യാസമുണ്ടായിരുന്നു. കലൈഞ്ചർ കരുണാനിധി എപ്പോഴും ചെയ്തിരുന്നത് കരുണാനിധിക്ക് ഒത്ത തരത്തിലേക്ക് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആളാണ്. MGR അങ്ങനെയല്ല. നടൻ, നായകൻ എന്ന നിലയ്ക്ക് മുന്നിൽ നിന്നാണ്. MGR ഇങ്ങനെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവസാന നിമിഷവും ആ തരത്തിൽ തന്നെ മുന്നിൽ നിന്ന് മരണം വരെ അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും മരണം വരെ അദ്ദേഹം ആ തരത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം ആരാധകരുമൊക്കെ ഉണ്ടായിരുന്നു. ഈ കഥയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ MGR എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ രാജകുമാരി എന്ന് പറയുന്ന സൂപ്പർ മെഗാ ഹിറ്റ് എന്നൊക്കെ ഇപ്പോൾ പറയാവുന്ന ഒരു സിനിമയിൽ അത് കരുണാനിധിയുടെ സംഭാഷണങ്ങളാണ്. കരുണാനിധി നന്നേ ചെറുപ്പത്തിലെ 13-ാം വയസ്സിൽ പൊതുപ്രവർത്തനം തുടങ്ങുകയും ഈ തമിഴ് സ്റ്റുഡൻസ് വിദ്യാർത്ഥി കഴകത്തിൻ്റെ ആദ്യ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒക്കെ ഉണ്ടാക്കി അത് സാഹിത്യവും ചർച്ച ചെയ്യാൻ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി കഴകം. അതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഴഗിരി സ്വാമി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ദ്രാവിഡ ചിന്തയുള്ള പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകന് അഴഗിരി എന്ന പേര് നൽകിയത് തന്നെ. അങ്ങനെ അഴഗിരി സ്വാമിയുടെ സ്വാധീനത്തിലാണ് അദ്ദേഹം 13-ാം വയസ്സിൽ പ്രവർത്തനം തുടങ്ങുന്നത്. അദ്ദേഹം വളരെ വേഗം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും അപാരമായ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു കരുണാനിധി. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ തമിഴ് DMKയുടെ തലപ്പത്തേക്കൊക്കെ വരികയും ഈ ചിത്രത്തോടു കൂടി തന്നെ കരുണാനിധിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ MGRനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ MGRനെ ഈ തമിഴ് രാഷ്ട്രീയം MGRനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സിനിമയെ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ MGRനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തുന്നത് DMKയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമാണ്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ആൾ എന്ന് പറയുന്നത് കരുണാനിധിയാണ്. അങ്ങനെയാണ് കരുണാനിധി അന്ന് വരെ ഗാന്ധിയൻ ആദർശങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ആ മട്ടിൽ ജീവിച്ചിരുന്ന മലയാളിയായ കൂടി ആയിരുന്ന MG രാമേന്ദ്രൻ ആ തരത്തിൽ നിന്നയാളിനെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കരുണാനിധിയാണ്. അന്ന് പറഞ്ഞിരുന്നത് കരുണാനിധിയുടെ വാക്കുകളിലൂടെ, കരുണാനിധിയുടെ തീപാറുന്ന അല്ലെങ്കിൽ ആവേശം കൊള്ളിക്കുന്ന വാക്കുകളെല്ലാം തിരശീലയിൽ നടിച്ചത് MG രാമേന്ദ്രനാണ്. അന്ന് ദൈവങ്ങളായും വീരന്മാരായും എല്ലാം വന്നത് MG രാമേന്ദ്രനാണ്. അങ്ങനെ ക്രമേണ MG രാമേന്ദ്രൻ MGR തമിഴ്നാട്ടിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ താരാരാധനയൊക്കെ കടന്ന് ദൈവതുല്യനായ ഒരു മനുഷ്യനായി ഒക്കെ മാറി. തമിഴ്നാട്ടിലെ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മാഹൂതി ചെയ്തത്, സ്വമേധയാ അടക്കം ആത്മാഹൂതി ചെയ്തവർ എന്ന് പറഞ്ഞാൽ അത് MGRൻ്റെ മരണത്തിലായിരിക്കും. അത്രമേൽ തമിഴ് ജനതയുടെ ഒരു വൈകാരികമായോ അവരൊരു ദൈവമായിട്ടും ഒക്കെ കണ്ടത് ഈ MGRനാണ്. MGRനെ ആ രൂപത്തിലേക്ക് യഥാർത്ഥത്തിൽ മാറ്റിയത് ഈ കരുണാനിധിയുടെ
തിരക്കഥകളോ കരുണാനിധിയുടെ കഥകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നീടാണ് അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും MGRന് ഒരു പ്രധാന മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. MGR കരുണാനിധി വെക്കുന്ന ഉപാധി സിനിമ നിർത്തണം എന്നുള്ളതാണ്. സിനിമ നിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയൂ എന്നുള്ളത്. ഈ അണ്ണാദുരയ്ക്ക് ശേഷം അധികാരം പിടിക്കുമ്പോൾ MGRും കരുണാനിധിയും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്നാണ് കരുണാനിധി അധികാരം DMKയുടെ തലപ്പത്തേക്ക് എത്തുന്നതുമെല്ലാം നെടുഞ്ചെഴിയനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തലപ്പത്തുന്നതുമെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ സ്വാഭാവികമായും അധികാരത്തിൻ്റെ തർക്കങ്ങളുണ്ടായി. അത് മൂർച്ഛിക്കാൻ ഒരു കാരണം ജയലളിത കൂടിയാണ്. ജയലളിത MG രാമേന്ദ്രൻ്റെ ഭാര്യ ജാനകി, പക്ഷേ ജയലളിത MGRന്റെ വളരെ പ്രിയപ്പെട്ട നായികയായി വരുന്നു. ജാനകിയും നേരത്തെ നായികയായിട്ട് തന്നെ വന്നാണ്. ജയലളിതയുടെ സ്വാധീനം കൂടുതലായി വരുന്നു. അവർ ഇതിൻ്റെ പ്രചരണ വിഭാഗത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആവുന്നു. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കരുണാനിധിയെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ അധികാരത്തെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി കരുണാനിധി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതെല്ലാം MGRലും ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ആഴത്തിലുള്ള വിടവുണ്ടാക്കുകയും പിന്നീടാണ് MGR കരുണാനിധിയുമായി വിട്ട് പ്രത്യേകമായ ഒരു പാർട്ടി AIADMK പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് അധികാരത്തിൽ ഏറാനുള്ള 77 അദ്ദേഹത്തിന് അധികാരത്തിൽ വരാനെല്ലാം കഴിയുന്നത് MGRന് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ കരുണാനിധി MGR എനിക്കൊന്ന് പുതിയ കുറേ തലമുറക്കെങ്കിലും 20 സിനിമയിൽ ഒക്കെ കണ്ട അതുമായി ബന്ധപ്പെടുത്തിയ കഥകൾ തന്നെയാണ്. പൂർണ്ണമായും ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിലും ചരിത്രവുമായി കുറേയൊക്കെ ചേർന്ന് നിൽക്കുന്ന അതിനോട് സമാനമായ അതിനെ തന്നെയാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു തരത്തിലേക്കൊക്കെ മാറ്റി. എന്തായാലും സിനിമയാകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്തായാലും അത് വളരെ കൃത്യമായി തന്നെ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം, രണ്ടുപേർക്കും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം. MGR ഒരിക്കൽ ജയിക്കുന്നു, വീണ്ടും മത്സരിച്ച് ജയിക്കുന്നു, അതിനുശേഷം അദ്ദേഹം അർബുദ ബാധിതനായി അദ്ദേഹം മരണമടയുന്നതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ജയലളിതയുമായി ബന്ധപ്പെട്ട ഇടയ്ക്ക് MGRൻ്റെ അടുത്ത് ജയലളിത തെറ്റി കരുണാനിധിയുടെ അടുത്ത് ചെന്നു. ജയലളിത ചെല്ലുമ്പോൾ കരുണാനിധി നേരെ ഫോണിൽ വിളിച്ച് കരുണാനിധിക്ക് അന്നേരം വലിയ സന്തോഷം. തലൈവ ഇതേക്കനി ഇங்கே ഇരിക്ക്, നിങ്ങളെങ്ങനെ ഇരിക്കുന്നുവെന്ന് തിരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്താൽ ഒരു വലിയ റിവെഞ്ച് പോലെയാണ് കരുണാനിധി അതെടുത്തത്. പക്ഷേ MGR ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ കരുണാനിധിയുടെ പാളയത്തിൽ നിന്ന് തിരികെ ജയലളിതയെ MGRന്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ കരുണാനിധി പിന്നീടൊക്കെ പറയുന്നത് താൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ MGRനോട് ഇത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത്. ജയലളിതയെ അറിയാം, ജയലളിതയ്ക്ക് അധികകാലം MGRുമായി തെറ്റി തൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, താൽക്കാലികമാണ് ഈ പണക്കമൊന്നും അവരുടെ വാശിയൊക്കെ കൊണ്ട് വന്നതാണെന്നും ഒക്കെ അറിയാം. അത് ആ തരത്തിൽ മാത്രമേ താൻ കണ്ടുവെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയില്ല. ഇവരൊക്കെ പിന്നീട് പറയുന്നത് സ്വന്തം താല്പര്യത്തിന് വെച്ചാവാം, ചിലപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തന്നെയാവാം. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ തിരികെ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ജയലളിത മടങ്ങി പോവുകയും ഒക്കെ ചെയ്തു. MGRനെതിരെ ഇതേ സിനിമ കൊണ്ട് MGRനെ വലുതാക്കിയ, MGRനെ തകർക്കാൻ ഉപയോഗിച്ചതും ഇതേ കരുണാനിധിയുടെ സിനിമകൾ തന്നെയാണ്. അന്ന് സൂപ്പർ മെഗാ ഹിറ്റായ എൻ്റെ സിനിമയുടെ പേര് നീതിക്കു ദണ്ഡനയും മക്കളൻ പക്കവുമൊക്കെ. നീതിക്കു ദണ്ഡന സിനിമയൊക്കെ MGRനെതിരെ ഉയർന്ന ജനരോഷത്തെ ശക്തമാക്കാൻ വേണ്ടി കരുണാനിധി തന്നെ വീണ്ടും. കരുണാനിധി എല്ലാ കാലത്തും അധികാരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം സിനിമയെ എങ്ങനെയാണ് ഏത് ആയുധം ഉപയോഗിച്ചാണോ സിനിമ ഉപയോഗിച്ചുകൊണ്ട് കരുണാനിധി MGRനെ രൂപപ്പെടുത്തിയത്, അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കരുണാനിധിക്കെതിരായ MGRനെതിരായ വലിയ നീക്കം നടത്താനും ഈ കരുണാനിധി തയ്യാറായിട്ടുണ്ട്. പലപ്പോഴും അവർ തമ്മിൽ പറയുന്ന പല കഥകളും, പല ചരിത്രകാരന്മാർ പറയുന്ന കഥകൾ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം MGR മരിച്ചു, പിന്നീട് പറയാൻ കരുണാനിധി മാത്രമേ വെർഷൻ ഉണ്ടായിരുന്നുള്ളൂ. ജയലളിത പറയുന്ന വെർഷൻ പോലും രാഷ്ട്രീയമായി നിന്നുകൊണ്ട് പലപ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം. എന്തായാലും നിരവധി കഥകൾ, ഇത്രത്തോളം രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൽ കഥകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയും തെറ്റുമായ കഥകളുണ്ടെങ്കിൽ അത് MGRും കരുണാനിധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്.